അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നത്തെ വിഷയം, നാം താമസിക്കുന്ന വീടുകളിൽ, ഹോസ്റ്റലുകളിൽ, റൂമുകളിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക ബറക്കത്തുണ്ടാവാൻ നാം ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, നാം താമസിക്കുന്ന ഇടത്തേക്ക്, വീടുകളിലേക്ക് കയറുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് ഓതൽ പ്രത്യേകം പുണ്യവും സുന്നത്തുമായ കാര്യമാണ്. അങ്ങനെ ഓതിയാൽ ആ വീട്ടുകാർക്കും പരിസരത്തുള്ള വീടുകൾക്കും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഹാഫിള് സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. മറ്റൊന്ന്, ഖുർആൻ വീടുകളിൽ നിന്ന് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അൽ ബൈത്തുല്ലദീ യുഖ്റഉ ഫീഹിൽ ഖുർആൻ. ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകൾ, അവിടെ 4 പ്രത്യേകതകൾ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ്. ഒന്ന്, മലക്കളുടെ സാന്നിധ്യം. ആ വീടുകളിൽ എപ്പോഴും മലക്കൾ ഉണ്ടാവും. അവരുടെ ദുആഇന് മലക്കൾ ആമീൻ പറയും. അവരുടെ കർമ്മങ്ങൾക്ക് മലക്കൾ സാക്ഷിയാവും. അങ്ങനെ മലക്കളെ കൊണ്ട് നിബിഡമായിരിക്കും ആ വീട്. മറ്റൊന്ന്, രണ്ടാമത്തെ നേട്ടം, പിശാച് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകും, വിദൂരത്താവും. അപ്പോൾ നമുക്ക് നന്മകൾ ധാരാളം ചെയ്യാൻ കഴിയും. മൂന്നാമത്തെ നേട്ടം, ആ വീട്ടുകാർക്ക് വലിയ ബറക്കത്തും വിശാലതയും ലഭിക്കുന്നതാണ്. 4, ആ വീട്ടുകാർക്ക് ധാരാളം നന്മകൾ ചെയ്യാൻ തൗഫീക്ക് ലഭിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടർന്ന് വിശദീകരിക്കുകയാണ്, വൽ ബൈത്തുല്ലദീ ലാ യുഖ്റഉ ഫീഹിൽ ഖുർആൻ. ഖുർആൻ പാരായണം തീരെ ഇല്ലാത്ത വീടുകളാണെങ്കിൽ മലക്കളുടെ സ്ഥാനത്തേക്ക് പിശാച് കയറി വരികയും മലക്കുകൾ ആ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. ആ വീട്ടുകാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും തീരെ നന്മകളോട് താല്പര്യമില്ലായ്മ, അഥവാ താല്പര്യമില്ലാതെ നന്മകളൊന്നും തീരെ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയും ആ വീട്ടുകാർക്ക് വരും എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു ഒക്കെ വിശദീകരിക്കുന്നതായി അൽ ബറക ഫി ഫളലി സഈ വൽ ഹറക എന്ന ഗ്രന്ഥത്തിൽ കാണാം. അതുപോലെ നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാവാനുള്ള മറ്റൊരു പ്രധാന അമലാണ് അസ്മാ ഉൽ ഹുസ്നയിലെ യാ റസാഖു യാ അല്ലാ എന്നുള്ളത് രാവിലെ നമ്മുടെ വീടുകളിൽ നിന്ന് ചൊല്ലുക എന്നുള്ളത്. ഇങ്ങനെ ആയത്തുൽ കുർസി വിശേഷിച്ചും ഖുർആൻ പാരായണം മൊത്തത്തിലും അസ്മാ ഉൽ ഹുസ്നയിലെ ഈ ദിക്റും നാം ശ്രദ്ധിച്ച് നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാക്കാൻ നാം പണിയെടുക്കണം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ബറക്കത്ത് നൽകുമാറാവട്ടെ.